Now let's consider a problem based on second order low pass Butterworth filter. Design and construct a low pass second order Butterworth filter having corner frequency 3 kHz. You can have a supplementary question: how will you modify the circuit for a frequency scaling of 6 kHz or say 5 kHz? കോർണർ ഫ്രീക്വൻസി 6 kHz ആവാൻ നിങ്ങൾ സർക്യൂട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യും, 5 kHz ആവാൻ സർക്യൂട്ട് എങ്ങനെ മോഡിഫൈ ചെയ്യും എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് കണ്ടാൽ യു ഹാവ് ടു ഡ്രോ എ കംപ്ലീറ്റ് ലേബിൾഡ് നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സെക്കൻഡ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽട്ടർ. അപ്പോൾ അതിന് ഓപ്പ് ആമ്പ് നോൺ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷനിലാണ്. ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഗെയിൻ ഫിക്സിംഗ് റെസിസ്റ്റൻസസ് RI RF എന്നിവ വരച്ച് കാണിക്കുക. E+VCC -VEE കാണിക്കുക. ഔട്ട്പുട്ട് പോയിന്റ് വരച്ച് ലേബൽ ചെയ്യുക. 2 യൂണിറ്റ് RC സർക്യൂട്ടുകൾ ഫിൽട്ടർ കോമ്പോണൻസ് കാണിക്കുക. അതിൽ ഇൻപുട്ട് VI ഇവിടെ കാണിക്കുന്നു. R1 C1 ഔട്ട്പുട്ട് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ C1 C2 കൂടി പാരലൽ കോമ്പിനേഷൻ വരും. അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് C1 ഒരു ഹൈ വോൾട്ടേജ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ മറ്റേ എൻഡിലേക്ക് ഈ ഔട്ട്പുട്ട് പോയിന്റ് വഴി ഗ്രൗണ്ട് എൻഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് എൻഡിലേക്ക് കാണിക്കുക. R2 C2 നേരിട്ട് ഗ്രൗണ്ടിലേക്ക് കാണിക്കുക. C2 നിന്ന് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. ഫിൽട്ടർ ഇൻപുട്ട് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, സർക്യൂട്ട് മാത്രം വരച്ചാൽ മതി. പിന്നെ പറഞ്ഞത് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് എന്നാണ്. അപ്പോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം, എന്നിട്ട് കൺസ്ട്രക്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ആൻസർ ഷീറ്റിനകത്ത് കാണിക്കണം. അതിന് ആദ്യം ഡിസൈൻ ചെയ്യാം. 2 പാർട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഒന്ന് ഗെയിൻ. സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ഗെയിനിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. എത്രയാണ് ബട്ടർവർത്ത് റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള മിഡ് ബാൻഡ് ഗെയിൻ എന്നും അറിയാം. പിന്നെ കാണിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. 3 kHz കോർണർ വരുന്ന രീതിയിലാണ് കാണിക്കാൻ പറഞ്ഞത്. സോ FC or FH equal to 1/2π √ R1 R2 C1 C2. R1 R2 ഈക്വൽ ആയിട്ട് എടുക്കുന്നു, C1 C2 ഈക്വൽ ആയിട്ട് എടുക്കുന്നു. then FC becomes 1/2π RC. 1/2πയുടെ വാല്യൂ 1/6.28ന്റെ വാല്യൂ 0.159 എന്നാണ്. 0.159 എന്നുള്ളതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 0.16 എന്ന് എടുക്കാം. പക്ഷെ പലപ്പോഴും 159 എടുക്കുന്നതുകൊണ്ട് ചില മെച്ചമുണ്ട്. അപ്പോൾ 0.159 ഡിവൈഡഡ് ബൈ RC എന്ന് എഴുതാം. FC 3 kHz ആണ്. And we fix C as a 0.1 microfarad or 0.01 microfarad. ഇതൊക്കെയാണ് സാധാരണയായി ഈ രീതിയിലുള്ള ഫിൽറ്ററുകൾക്ക് ലബോറട്ടറി പർപ്പസിൽ നമ്മൾ എടുക്കാറുള്ളത്. 0.1 0.01 102 കപ്പാസിറ്ററോ 104 കപ്പാസിറ്ററോ ഒക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഡിസൈൻ ചെയ്യാൻ 0.1 ആണ് എടുക്കുന്നത്. ദെൻ R ഈക്വൽ ടു 0.159 ഡിവൈഡഡ് ബൈ F ഇങ്ങോട്ട് എടുക്കുക, F ഇൻറ്റു C. That's equal to 0.159 divided by F 3 kilo. C 0.1 micro എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻⁷. 10⁻⁻⁷ and 10⁻3 make it 10⁻⁻⁴. അത് മുകളിലേക്ക് കൊടുത്താൽ 10⁻⁴. ഇതിനെ 15 എന്നാക്കിയാൽ 3 കൊണ്ട് വെട്ടാൻ സൗകര്യമുണ്ട്. അപ്പോൾ 2 പ്ലേസ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 15.9 into 10⁻²/3. 3യും 15.9ഉം ക്യാൻസൽ ചെയ്താൽ 5.3 into 10⁻², that is 530 ohm. 530 ohm സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഇല്ല. ഇപ്പോൾ കൺസ്ട്രക്ട് എന്ന പാർട്ടിന്റെ ആൻസർ ഇവിടെയാണ് വരുന്നത്. 530ക്ക് ക്ലോസർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് ഉള്ളത് 560യും 480യുമാണ്. ഇപ്പോൾ 560 എടുക്കാം. റെസിസ്റ്റൻസിന് എന്തായാലും ഒരു ടോളറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 560 എന്നുള്ളത് 530 ഒക്കെ ആയി മാറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ 560 ohm സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഡിസൈൻ കഴിഞ്ഞു. ഫ്രീക്വൻസി. ഇനി ഗെയിൻ. മിഡ് ബാൻഡ് ഗെയിൻ ഫോർ സെക്കൻഡ് ഓർഡർ ബട്ടർവർത്ത് റെസ്പോൺസ് ഈസ് 1.586. ഗെയിൻ ഈസ് 1 + RF by R1. തിയറിറ്റിക്കലി R1 + RF by RI ഈക്വൽ ടു 1.586. ദാറ്റ് ഈസ് RF by RI ഈക്വൽ ടു 1 ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക, 0.586. സോ RF ഈക്വൽ ടു 0.586 RI. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ്, ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എടുത്തിട്ട് മറ്റേത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ RI ഞാൻ എടുക്കുന്നു 10 kilo ohm സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. ദെൻ RF ഈക്വൽ ടു 0.586 into 10 kilo ohm, ദാറ്റ് ഈസ് 5.86 kilo ohm. 5.86 kilo ohm സ്റ്റാൻഡേർഡ് ഇല്ല,
അതിനടുത്ത് 5.6 കിലോ ഓം സ്റ്റാൻഡേർഡ് ഉണ്ട്, അതെടുക്കാം. സോ ഡിസൈൻ ഈസ് ഓവർ. നൗ കൺസ്ട്രക്ഷന് നിങ്ങൾ നേരത്തെ ലേബൽ ചെയ്തിട്ടുള്ള സർക്യൂട്ടിന്റെ അടുത്ത് ഒന്നുകിൽ ലേബൽ ചെയ്ത റെസിസ്റ്റൻസ് ഇവിടെ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ തന്നെ എഴുതി വെക്കുക. RI എന്നുള്ള റെസിസ്റ്റൻസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് 10K ആണ് RI എടുത്തത്. അപ്പൊ ഇവിടെ 10K എന്ന് എഴുതാം. RFന്റെ വാല്യൂ 5.6K ആണ് എടുക്കുന്നത്. 5.6K എന്ന് എഴുതാം. പിന്നെ R1 C1 ഒക്കെ ഇതുപോലെ എഴുതാം. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഒരു ലൈനൊക്കെ വരച്ച് വൃത്തിയിൽ R1ന്റെ വാല്യൂ ഈക്വൽ ടു R2വിന്റെ വാല്യൂ ഈക്വൽ ടു R1ഉം R2ഉം നമ്മൾ കണ്ടുപിടിച്ചത് 560 ഓം ആണ്. 560 ഓം. C1ന്റെ വാല്യൂ C2ന്റെ വാല്യൂ നമ്മൾ എടുത്തത് 0.1 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം. നൗ യു ആർ ഓൾസോ ആസ്ക്ഡ് ടു ഫൈൻഡ് ഫ്രീക്വൻസി മോഡിഫിക്കേഷൻ. ഫ്രീക്വൻസി മോഡിഫിക്കേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും? കോർണർ ഫ്രീക്വൻസി 3 kHz ഉള്ളത് 6 kHz ആക്കി മാറ്റണം. അതിനെന്താണ് ചെയ്യുക എന്നാണ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ 1/2πRC എന്നാണ്. ഇതിലെ 2π എന്തായാലും കോൺസ്റ്റന്റ് ആണ്. 1/2πRC. ഫ്രീക്വൻസി മാറ്റുന്ന ഫ്രീക്വൻസി സ്കെയിലിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക, ഇതിലെ 2 റെസിസ്റ്റൻസും ഒന്നുകിൽ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് സ്പോട്ട് മീറ്റർ ആയിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ 2 കപ്പാസിറ്ററും ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വേരിയബിൾ ആക്കി എടുത്ത് മറ്റത് ഫിക്സ് ചെയ്യുക. ഞാൻ ഇത് വേരിയബിൾ ആക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേരിയബിൾ കപ്പാസിറ്ററുകളാണ് C1ഉം C2ഉം നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ 1/2πRC ആണ്. 2π കോൺസ്റ്റന്റ് ആണ്. R ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, C ആണ് മാറ്റുന്നത്. സോ ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/C. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C. സോ F പ്രൊപ്പോർഷണൽ ടു 1/C. പുതിയ ഫ്രീക്വൻസി 6 kHz ആക്കുന്നത് F പ്രൈം പ്രൊപ്പോർഷണൽ ടു 1/C പ്രൈം. ഇനി F പ്രൈം എങ്ങനെ ഉണ്ടാക്കും എന്നാണ് നമ്മളോട് ചോദ്യം. അപ്പൊ ഈ 2 ഇക്വേഷനും ഡിവൈഡ് ചെയ്യുക. F പ്രൈം ബൈ F ഈക്വൽ ടു C ബൈ C പ്രൈം. C പ്രൈം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. C.1 എടുത്തിട്ടുണ്ടല്ലോ, F പ്രൈമും തന്നിട്ടുണ്ട്. സോ C പ്രൈം ഈക്വൽ ടു C പ്രൈമിന് ഇങ്ങോട്ട് എടുക്കുക, ബാക്കിയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. റൈറ്റ് സൈഡിൽ ഓൾറെഡി C ഉണ്ട്. ഇൻറ്റു F ഡിവൈഡഡ് ബൈ F പ്രൈം. ദാറ്റ്സ് ഈക്വൽ ടു C.1 മൈക്രോ ഫാരഡ് ആണ്. F 3 ആണുള്ളത്, F പ്രൈം 6ഉം. അപ്പൊ ഇത് 1/2 വരും. 3/6 1/2. 3യും 5 ആക്കാനാ പറഞ്ഞെങ്കിൽ 3/5 ചെയ്യണം ഓഫ് കോഴ്സ്. അപ്പോൾ 0.1/2 1/2 0.5 0.5 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.05 ആണ്. 0.5 ഇൻറ്റു 0.1 0.05. 0.05 എന്ന് പറഞ്ഞാൽ 0.1 മൈക്രോ ഫാരഡിന്റെ പകുതിയാണ്. അപ്പോൾ 0.1 മൈക്രോ ഫാരഡിന്റെ പകുതി സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റൻസ് 0.05 ഇല്ല. അപ്പോ ഒന്നുകിൽ നമുക്ക് ഈ വേരിയബിൾ രണ്ടും ട്യൂൺ ചെയ്തിട്ട് അങ്ങനെ മാറ്റുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഈ 2 കപ്പാസിറ്ററും മാറ്റിയിട്ട് 2.1 കപ്പാസിറ്റർ പാരലൽ ആയിട്ട് വെച്ചാൽ ഇഫക്റ്റീവ് 0.05 വരും. The same you can evaluate using resistance also. അപ്പോൾ കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സെയിം ഇക്വേഷൻ ആണ് കിട്ടുക. കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നു. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു 1/R എന്നാണ് വരിക. ദെൻ R പ്രൈമിന് C പ്രൈമിന്റെ അതേ ഇക്വേഷൻ കിട്ടും. R പ്രൈം ഈക്വൽ ടു R ഇൻറ്റു R. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് 560 ഓം ആണ്. R ഇൻറ്റു 1/2 3 kHz ഉള്ളത് 6 kHz ആക്കുവാനാണ് ചെയ്തത് എങ്കിൽ, 5 kHz ആക്കാനാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 5 kHz എന്ന് എഴുതാം. അപ്പോൾ ഇത് 560 ആണ്. ആറിന്റെ സ്ഥാനത്ത് 560 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 560 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5. You can strike off 560 and 5. This is 1. 5 ഒരു തവണ, 6 ഒരു തവണ, വീണ്ടും 10 2 തവണ. 112 into 3, that is 6
336 സ്റ്റാൻഡേർഡ് ഉള്ളത് 320 ഓം ആണ്. അപ്പോൾ 320 ഓമുകൾ രണ്ട് റെസിസ്റ്റൻസ് R1 R2 320 വെച്ചിരുന്നാലും ഈ ഒരു മോഡിഫിക്കേഷൻ സാധ്യമാണ്. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് ദിസ് സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ യുവർ പ്രോബ്ലം സെക്ഷൻ ആസ് വെൽ. അപ്പോൾ ഇതിലെ വാല്യൂ പോയിന്റ്സ് വരിക, ഈ സർക്യൂട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടോ, ഈ രണ്ട് ഡിസൈൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ, ഫ്രീക്വൻസി സ്കെയിലിംഗ് പ്രോപ്പറായി കാണിച്ചിട്ടുണ്ടോ, അതിനെല്ലാം ശേഷം ഈ ലേബലിംഗ് അല്ലെങ്കിൽ സർക്യൂട്ട് കൺസ്ട്രക്ഷൻ എന്നൊരു പാർട്ട് ആയിട്ട് നിങ്ങൾ ഒന്നുകിൽ ലേബലിംഗ് അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് നോക്കും. ആൻഡ് question will be asked in this manner: design and construct. Construction will have limitation once you have a theory paper being appeared. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്നുള്ള പാർട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. Now we will move on to first order high pass Butterworth filter. അപ്പോൾ ഹൈ പാസ് ഫിൽറ്റർ എന്താണ് എന്നുള്ള കാര്യം എഴുതണം, പിന്നെ അതിന്റെ അനാലിസിസ്. ആൻഡ് ഇൻ ദിസ് ഐ ഹാവ് ഷോൺ ദ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഫോർ ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ. പക്ഷേ എക്സാമിന് എല്ലായ്പ്പോഴും സെക്കൻഡ് ഓർഡർ ഫിൽറ്ററിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫൻ ദിസ് വിൽ ബി ആസ്ക്ഡ് ആസ് essay question as well. So the introduction: a first order high pass Butterworth filter is an active filter using operational amplifiers having a particular low corner frequency FL such that, or which is such that, if the frequency of the input signal is below this characteristic corner frequency, then the signal will be attenuated with a gain variation of 20 dB per decade or 6 dB per octave. And if the frequency of the input signal is exceeding this low corner frequency of the filter, then that signal will be allowed to pass through the filter. So basically this circuit or this filter will eliminate all frequency less than the characteristic corner frequency and allow all frequency exceeding the characteristic corner frequency to pass through it, so that it will assume a frequency response curve ideally like this. It has a characteristic corner frequency FL. If the frequency is less than FL, the signal will be attenuated, and if the frequency of the input signal is greater than FL, then it will be allowed to pass through it. This is ideal filter response for a high pass filter, and for a first order filter the response will be like this. There will be a small gain even if the frequency is less than FL. So you can show this using dotted lines, and this can be shown as solid lines. And here you have to write the roll-off increase in gain as a 20 dB per decade or 6 dB per octave. Now the following circuit show an active op-amp based high pass first order Butterworth filter. Circuit has two different components: a passive filtering unit consisting of a capacitor and resistance in series, which form a zero or a lead network, and the active component in the circuit, that is the op-amp in non-inverting configuration. So here you can show plus sign and this is minus sign. The op-amp can offer or can take any value of gain for first order filter response. So the gain, the midband gain of the op-amp can be taken as per our wish by choosing proper values of R1 and R2. Now the working will be analyzed in terms of two different titles: role of the zero network and role of the active component. The CR network will be functioning as a zero, which will offer the passive filtering for the active filter, or passive filtering component of the active filter happens to be this zero. The filter response of a zero
is well known as it has a particular characteristic corner frequency. If the frequency of the input injected to it is less than this corner frequency, it will be attenuated at a variation of gain of 20 dB per decade.